നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ വീഡിയോയുടെ അവസാനം ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ളൊരു റിച്വൽ കാണിക്കുന്നുണ്ട്. ലവ് അട്രാക്ഷൻ റിച്വലാണ് കാണിക്കുന്നത്. അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അബ്സോർവ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. ഇവിടെ റീഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പേരുടെ എനർജീസ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരു വെയിറ്റിംഗ് സ്റ്റേജിലിരിക്കുന്നതായിട്ടാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു സെപ്പറേഷനിലാണെങ്കിൽ തന്നെയും നിങ്ങളിപ്പോൾ ഒരു വെയിറ്റിംഗ് സ്റ്റേജിലാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ തന്നെയും അതൊരു പോസിറ്റീവായിട്ടല്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇരിക്കുന്നത്. ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് കൊണ്ടിട്ടും ഓവർ തിങ്കിങ് കൊണ്ടിട്ടും മനസ്സിനെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാക്കിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഉള്ളതൊരു നെഗറ്റീവ് വൈബ്രേഷനാണ്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് കണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് വൈബ്രേഷനാണ് തന്നിട്ടുള്ളത്. ഒരുപാട് ഇപ്പോൾ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഒരെണ്ണം മാത്രം ചെയ്യുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുമ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നെഗറ്റീവായിട്ടിരുന്നിട്ട് അതിനൊരു കാര്യമില്ല, അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് കാണുന്നത്, നിങ്ങൾ തമ്മിൽ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം നിങ്ങളുടെ ഇടയിൽ ഇത്രയൊരു സെപ്പറേഷന് കാരണമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെയോ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുക. അതാണ് സത്യം. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു പേഴ്സൺ വന്നിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? കൂടുതലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. വ്യക്തിയുടെ ഭാഗത്ത് നിന്നിട്ട് ആ ഒരു വ്യക്തിയെ കൊണ്ടിട്ട് നിങ്ങളുടെ അടുത്തോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തൊന്നും ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല. അതും ഇവിടെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആ വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ശ്രമിക്കുന്നില്ല. പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് എസ്കേപ്പ് ആവുക, അല്ലെങ്കിൽ ക്ലിയറായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, ക്ലിയറായിട്ട് നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. ആ മറച്ചു വയ്ക്കുന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് നിങ്ങളുടെ ഭാവിക്ക് അത്ര നല്ലതല്ല. ഒരാൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് കരുതി പല കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് പോലല്ല. റിലേഷൻഷിപ്പ് റിലേറ്റഡായിട്ട് നിങ്ങളിപ്പോൾ മൂന്നാമതൊരു വ്യക്തിയെ പറ്റിയിട്ട് അവരുമായിട്ട് എന്തിനാണ് സംസാരിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ഇടപാട്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ ഹൈഡ് ചെയ്തൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്, അങ്ങനത്തെയൊക്കെ അങ്ങനെ രീതിയിലാണ് നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അവരെ പറ്റിയിട്ട് അറിയാൻ ശ്രമിക്കുക. അറിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഇപ്പം നിങ്ങളൊരു കാര്യം ചോദിച്ച് അതിന് തിരിച്ച് നിങ്ങളുടെ വ്യക്തി ഒരു കള്ളം
ഒരു മറുപടിയാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ തിരിച്ച് പറയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്കൊരു ക്ഷമയില്ല. ആ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കൊരു വെപ്രാളവും ഒരു ഡിപ്രഷനും ഒരു സ്ട്രെസ്സും ഒക്കെ അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ അടുത്ത് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്, നിങ്ങൾ എന്തായിരുന്നോ നേരത്തെ ഉള്ളൊരു ലൈഫിലേക്ക് പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്, നേരത്തെ നിങ്ങൾ എത്ര ഒരു സന്തോഷമാണോ അനുഭവിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഏതൊരു കംഫർട്ട് സോണിലായിരുന്നോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്, അതിനേക്കാൾ അതിനേക്കാൾ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഇപ്പം എന്താ പറയണ്ട, നിങ്ങളൊരു വല്ലാത്തൊരവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില തീരുമാനം എടുക്കണം. പക്ഷെ ആ ഒരു തീരുമാനം പോലും എടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നല്ലത് വരാനുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കാര്യം നല്ലത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്നാണ്. ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കുക. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നടത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളെന്തോ പിൻവലിക്കുന്നുണ്ട് അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്നും പുറത്ത് വരാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എപ്പോഴാണോ ആക്ഷൻ എടുക്കുന്നത്, അപ്പം നിങ്ങളുടെ ലൈഫ് ചേഞ്ചായി തുടങ്ങും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ആക്ഷൻ എടുക്കാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമിംഗ് പോലും ഇപ്പോഴാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അതായത് കുറേ ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏതോ ഒരു സമയം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട്, ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം. പക്ഷെ ആ വെയിറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു വെപ്രാളം നിറഞ്ഞൊരു വെയിറ്റിംഗ് ആണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുത്തോ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ പോവുകയാണ്. ഇത് യൂണിവേഴ്സ് ഭയങ്കരമായിട്ട് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് എനിക്ക് തോന്നുന്നത്, ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ്. കുറേ ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിച്ചൊരു റീഡിംഗ് ആയിട്ടാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് തന്നെ മാറാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കുറേ നാൾ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു തെറ്റിദ്ധാരണ കാരണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം കാരണം ഒരു പ്രശ്നം ഉണ്ടായത്, ഒരു പ്രശ്നം നിങ്ങളുടെ ഇടയിൽ വന്നത് എന്നുണ്ടെങ്കിൽ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആക്ഷൻ എടുക്കുക, സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ മാറ്റുക. ഇപ്പം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുതിയതായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അറിയാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നിങ്ങൾ തിരയുക. അങ്ങനെ തിരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മുമ്പിൽ ആ വഴികളെല്ലാം വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കാത്ത് നല്ലൊരു ഫ്യൂച്ചർ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സമാധാനപരമായിട്ടും നേരെ ആവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ? യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ടോ? നമുക്ക് നോക്കാം. കണ്ടോ, ഓൾവേസ് എന്നുള്ളൊരു ഉത്തരവാണ് വന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിനും നിങ്ങളുടെ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നേടിത്തരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ബ്ലെസ്സിങ്സ് നിങ്ങൾ ഉടനെ തന്നെ ക്ലെയിം ചെയ്യുക. യൂണിവേഴ്സിന് നന്ദി പറയുക.
ഇനി ഒരു റിച്വൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ബ്ലൂ കളറിലെ പെന്നും വൈറ്റ് കളറിലെ പേപ്പറുമാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം നിങ്ങളൊരു ലവ് സിമ്പൽ വരയ്ക്കുക. അതിനുശേഷം ഒരു സ്വിച്ച് വേർഡാണ് എഴുതാനുള്ളത്. ആ സ്വിച്ച് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84461645. ഈ ഒരു സ്വിച്ച് വേർഡ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ എഴുതുക. അതിനുശേഷം ലവ് സിമ്പിളിൻ്റെ അകത്ത് ഒരു ഇൻഫിനിറ്റ് സൈൻ വരയ്ക്കുക. അതൊരു ഇൻഫിനിറ്റ് സിമ്പിൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പേര്, റൈറ്റ് സൈഡിൽ നിങ്ങളുടെ വ്യക്തിയുടെ പേര്. കുറേ പേര് നിങ്ങളുടെ ലൈഫ് ലോങ് ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ പേര് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങളുടെ കൂടെ വേണം, സ്നേഹം വേണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള ഒരു റിച്വലാണിത്. അതായത് സ്നേഹം, ലൈഫ് ലോങ്, പിന്നെ ആ ഒരു ലവ് അട്രാക്ഷൻ സ്വിച്ച് വേർഡാണിത്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കണം. വെറുതെ വരച്ചിട്ടങ്ങ് ചെയ്താൽ പോരാ. ഇത് ഭയങ്കര അർത്ഥമുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നു. ആ സ്നേഹം നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ കിട്ടുന്നത്, ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരിക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമുള്ള ഒരു ലോകം, അതിൻ്റെ ഇടയിൽ ആരും പ്രശ്നമായിട്ടില്ല, പ്രശ്നക്കാരികളോ പ്രശ്നക്കാരന്മാരോ അങ്ങനെ ആരുമില്ല, ഒരു സിറ്റുവേഷൻ പോലും ഇല്ല, ഭയങ്കര ചുറ്റിനും സ്നേഹം മാത്രം. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തി തിരിച്ച് സ്നേഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ആ വ്യക്തിയിൽ നിന്ന് പെരുമാറ്റം എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ചെയ്തതിന് ശേഷം ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് ഫോൾഡ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്യണം, അല്ലാതെ ബാക്ക്വേർഡിലോട്ട് ഫോൾഡ് ചെയ്യരുത്. ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പേപ്പർ നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ സൂക്ഷിക്കാം. വേറെ എവിടെയും സൂക്ഷിക്കേണ്ട, പേഴ്സിൽ ഒന്നും വേണ്ട. ഇത് നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ മാത്രം സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്, നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ഇങ്ങനത്തെയൊക്കെ പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ആണ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ റിച്വൽസൊക്കെ ഉണ്ടല്ലോ, ഈ റിച്വൽസൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആവുന്നവരാണ് ഈ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്നവർ. മനസ്സിലായോ? കാരണം ഈ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് തയ്യാറാക്കിയാണ് തരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസും തരും. അത് കൃത്യമായിട്ട് ചെയ്യുക. അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഈ റിച്വൽസും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്നവർ ഇത് ചെയ്യണമെന്നില്ല. കാരണം ഇതിനേക്കാൾ 100 ഇരട്ടി ശക്തിയാണ് ഈ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്. റിസൾട്ട് അനുഭവിച്ചവർക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാവും എത്രത്തോളം പവർഫുൾ ആണെന്ന് തന്നെ. റിലേഷൻഷിപ്പിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ്, അവർക്ക് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടിയെ കൊണ്ട് പ്രശ്നം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, പിന്നെ ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ട്, റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ്. നിങ്ങളുടെ പ്രശ്നം കൃത്യമായിട്ട് പറയണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ബ്രേസ്ലെറ്റാണ് അനുയോജ്യം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സെപ്പറേഷനാണ്, അതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുക. എന്നാൽ മാത്രമേ ഏതാണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയത് ബ്ലാക്ക് എനർജി കൊണ്ടിട്ടാണെങ്കിൽ അതും കൃത്യമായിട്ട് പറയുക. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഇത് ബ്ലാക്ക് എനർജി മൂലമാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഈ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഈ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഈ ഒരു ബ്ലാക്ക് എനർജിയും കൂടെ, ആ ഒരു റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് എനർജിയും കൂടെ മാറാൻ വേണ്ടിയിട്ടായിരിക്കും. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ചെയ്തു തരുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ട്, ആ ഒരു ബ്ലാക്ക് മാജിക് റിലേഷൻഷിപ്പിലല്ല, നിങ്ങളുടെ ശാരീരികമായിട്ടും നിങ്ങൾക്കെല്ലാം തടസ്സങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ബ്ലാക്ക് എനർജി റിമൂവറാണ്.
മനസ്സിലായോ? അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ മാത്രമേ ഇത് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ റീഡിംഗ് എടുക്കണം. നിങ്ങളുടെ ബ്ലോക്കേജ് എന്താണെന്നും നിങ്ങൾക്ക് ഏതിട്ടാലാണ് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് എന്നൊക്കെ ഉള്ളത് അറിയണമെങ്കിൽ അത് റീഡിംഗ് എടുക്കണം. റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഏത് ബ്രേസ്ലെറ്റാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിക്കുന്നത്. ഏകദേശം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് ചോദിക്കുന്നവർ അവരുടെ കാര്യം കൂടെ പറയുക. എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിലാണ് കേട്ടോ ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് അത് ഓർത്തിട്ടൊന്നും ടെൻഷൻ ആവണ്ട. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.